ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അമ്പലപ്പുഴ കൃഷ്ണൻ്റെ അമ്പലത്തിലോട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഹരിപ്പാടൊന്ന് ഇത്തിരി പോയാൽ മതി. ചേട്ടൻ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാല ഇട്ടേക്കും. അപ്പം ഈ അമ്പലത്തിൽ അടുത്തുള്ള അമ്പലത്തിലൊക്കെ പോയി. അപ്പം അമ്പലപ്പുഴ അമ്പലത്തിലും കൂടെ പോകാമെന്നും പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഇറങ്ങിയത്. ഞങ്ങൾക്കൊരു ഭജനയൊക്കെ ഉണ്ടായിരുന്നു, എനിക്കും ചേട്ടനും പിന്നെ വേറെ ചേട്ടന്മാരൊക്കെ ആയിട്ട് ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് ഞാൻ പോയിട്ടുള്ളത്. കൊച്ചിലെ എങ്ങാണ്ട് ഞാൻ പോയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ അപ്പോഴാണ് പോകുന്നത്. ഈ 4-5 മാസത്തിന് മുമ്പാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അമ്പലപ്പുഴ അമ്പലം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം അമ്പലപ്പുഴ പാൽപ്പായസം അതൊക്കെയാണ് നമ്മുടെ മനസ്സിലിങ്ങനെ വരുന്നത്. പിന്നെ അവിടെ ഇരിക്കാനാണെങ്കിലും ഇങ്ങനെ വെറുതെ ഇരിക്കാനൊക്കെ ആണെങ്കിലും നല്ല രസമാണ് കേട്ടോ. ഞങ്ങളുടെ കസിൻ്റെ വീടൊക്കെ അതിൻ്റെ അടുത്തുണ്ട്. പക്ഷെ എന്നിട്ട് പോലും നമുക്ക് ഇങ്ങനെ എപ്പോഴും പോകാനൊന്നും പറ്റാറില്ല. എല്ലാവരും വരുമ്പോഴൊക്കെ ഇങ്ങനെ പോകുന്നല്ലാണ്ട് എപ്പോഴും പോകാനൊന്നും പറ്റാറില്ല. അടുത്താണെങ്കിൽ പോലും പോകാൻ പറ്റാറില്ല. അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് മറ്റേ ഈ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ കയറി ചെല്ലുന്ന ഒരു ഫീല് കറക്റ്റ് അത് തന്നെയാണ്. ഷെഡ് മേളിൽ ഇതൊക്കെ വെച്ചേക്കുന്നത് കാണുമ്പം പിന്നെ സൈഡിൽ മുഴുവൻ കടയും ഒക്കെ കാണുമ്പോൾ അതേപോലെയാണ്. അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പം അത് കാണും കേട്ടോ. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ? കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ? ഇത് കണ്ട് ഈ മിഴാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അറിയായിരിക്കും. കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്നൊരു വാദ്യോപകരണമായിരുന്നു, ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നു ഇത്. കൈ വെച്ച് തന്നെ ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. അപ്പോൾ അത് അമ്പലപ്പുഴ അമ്പലത്തിലാണ് സ്മാരകമായിട്ട്, ചരിത്ര സ്മാരകം അത്. നാലാളറിയെ കൈപിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും. നാലാളറിയെ കൈപിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും. യമുന നദിയായി കുളിരലയിളകും നിലവിൽ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ. അപ്പം നമ്മുടെ ചുന്ദരി മണികൾ അവിടെ പഴമൊക്കെ പ്രസാദമായിട്ട് പഴവും വെണ്ണയൊക്കെ കിട്ടും. അപ്പോൾ അത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേർക്കും. പിന്നെ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ നേരത്തെ ഒന്നും ഇത്രയും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ക്യാമറ ഉണ്ടായാൽ ഭയങ്കര ആക്ഷനും ചിരിയും ഭയങ്കര സന്തോഷം അവർക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് അധികം വൈകാണ്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ
ബൈ ബൈ.